കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, മാർക്സിസ്റ്റ് പ്രസ്ഥാനം ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂണിസം എന്ന ഗ്രന്ഥത്തിൽ കാൾ മാർക്സ് എഴുതിയിട്ടുള്ളത്, കമ്മ്യൂണിസം ബിഗിൻസ് ഫ്രം ദി ഔട്ട്സെറ്റ് വിത്ത് എത്തിസം. നിരീശ്വരവാദത്തിൽ നിന്നാണ് കമ്മ്യൂണിസം തുടങ്ങുന്നത് എന്നാണ്. നിരീശ്വരവാദം, ദൈവമില്ല, ഒരാൾ ദൈവമില്ല, തന്നെ നിയന്ത്രിക്കുന്ന ഒരു രക്ഷിതാവില്ല, താൻ എങ്ങനെയൊക്കെയോ ഉണ്ടായതാണ്. ഒരു വേള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ വളരെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് പോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ കുരങ്ങന്മാരായിരുന്നു, ആ കുരങ്ങന്മാരുടെ വാല് പോയപ്പോൾ ഉണ്ടായതാണ് മനുഷ്യന്മാർ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്, വിചാരിക്കുന്നത്. അങ്ങനെ കുരങ്ങന്മാരാണ് തങ്ങളുടെ പൂർവ്വപിതാക്കൾ എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ലോകത്ത് എന്താണ് ചെയ്തുകൂടാത്തത്? മാത്രമല്ല, മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ പിന്നെ മാക്സിമം ഈ ലോകം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ളത് അവരുടെ കാഴ്ചപ്പാടിൽ. കാരണം മരണശേഷം ഇനി ഒരു ജീവിതമില്ല, മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മെ നിയന്ത്രിക്കാനോ നമ്മളോട് ചോദിക്കാനോ ഒരു അധികാരി ലോകത്തില്ല. പിന്നെ നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യന്മാർ അവർ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യന്മാരാണ്. കയ്യൂക്കുള്ളവൻ അവൻ്റെ വാദം സ്ഥാപിക്കും. അതിനപ്പുറത്ത് ഞാൻ എന്തിന് മറ്റൊരാളെ അനുസരിക്കണം, ഞാൻ എന്തിന് ധാർമ്മിക നിയമങ്ങൾ പാലിക്കണം, എനിക്കൊരു ദൈവത്തെ ഭയപ്പെടാനില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അക്കൗണ്ട് ബോധിപ്പിക്കേണ്ടുന്ന ഒരു ലോകമില്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ വേറെ ഏതോ ജീവികളായിരുന്നു, ഇനി നമ്മളും കുറേ കഴിഞ്ഞാൽ മറ്റെന്തോ ജീവികളായി മാറിക്കൂടായികയില്ല. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ നിയതമായ ഒരു ധാർമ്മിക വ്യവസ്ഥ സമൂഹത്തിന് നൽകുക സാധ്യമല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എത്തിസത്തെ, ദൈവനിഷേധത്തെ അവരുടെ ആദർശത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല എന്നുള്ളത് വ്ളാദിമിർ ലെനിൻ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എത്തിസം ഈസ് എ നാച്ചുറൽ ആൻഡ് ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് മാർക്സിസം, ഓഫ് ദി തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് സയൻറ്റിഫിക് സോഷ്യലിസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇൻസെപ്പറബിൾ പാർട്ട് എന്നാണ് പറഞ്ഞത്. മാർക്സിസത്തിൻ്റെ വിഭജിക്കാൻ കഴിയാത്ത ഭാഗമാണ്, അതിൻ്റെ പ്രകൃതിപരമായ സ്വഭാവമാണ് ദൈവനിഷേധം എന്നുള്ളതാണ്.